ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. അതുപോലെ തന്നെ ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാം, ശേഷം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആൻഡ് ഇന്ന് റിസൾട്ട് ഉള്ള സ്റ്റോക്കുകളും റിസൾട്ട് പ്രഖ്യാപിച്ച സ്റ്റോക്കുകളും നമുക്ക് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ്സ് മൈൽഡ്ലി ന്യൂട്രൽ ടു പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ബട്ട് അത് എത്ര ദിവസം നിലനിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. കാര്യം ട്രംപ് ചൈനീസ് ഇഷ്യൂ, അതായത് താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു ചൈനയായിട്ടുള്ള ട്രേഡ് ടോക്സ് സാമാന്യം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന്. ആൻഡ് അത് പുള്ളി തന്നെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. മീൻസ് പുള്ളിയുടെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞത് ട്രംപ് ചൈനയുമായിട്ടുള്ള താരിഫ് ഇഷ്യൂസ് നല്ല രീതിയിലല്ല പോകുന്നത്, മറിച്ച് നമ്മൾ താരിഫ് കൂട്ടാനായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെന്നാണ്. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് US മാർക്കറ്റ്സിൽ എന്തായാലും ഉണ്ടാവും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇത് തന്നെയാണ്, സ്ലൈറ്റ്ലി പോസിറ്റീവ് ആൻഡ് സ്ലൈറ്റ്ലി നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ന്യൂട്രൽ ലെവലിൽ നിൽക്കുകയാണ്. ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി സാമാന്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് മേ ബി കിട്ടിയെന്നിരിക്കാം. ആൻഡ് ബാക്കി ഏഷ്യൻ മാർക്കറ്റ്സിലെല്ലാം മൈലി ന്യൂട്രൽ ടു പോസിറ്റീവ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഹെവിലി ബുള്ളിഷ് എന്ന് നമുക്കൊരു അഭിപ്രായമില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കിയാൽ അറിയാം നമ്മൾ ടോട്ടലി നിഫ്റ്റി ഒരു പോസിറ്റീവാണ്. ഒരു വീക്ക്ലി നോക്കുമ്പോഴത്തേക്കൊക്കെ നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലേ എന്ന് പറയുന്നത് നിഫ്റ്റിയിലെ ഇൻട്രാഡേ ലെവൽസ് നോക്കിയിട്ടായിരിക്കണം. ഇപ്പോൾ നിഫ്റ്റിയിലെ ഇൻട്രാഡേ ലെവൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡേ ലോ ആൻഡ് ഡേ ഹൈ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലൈൻ വെച്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് ഡേ ലോ ഡേ ഹൈ നമുക്കൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലായിട്ട് അല്ലെങ്കിൽ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെ ഒരു ലെവൽസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡേ ഹൈ ആൻഡ് ഡേ ലോ നിൽക്കാൻ സാധ്യതയുണ്ട്. സോ ഒരു 1 മിനിറ്റ് ഒരു 15 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഇനിയും നമ്മൾ സൂക്ഷിക്കേണ്ട ലെവൽസ് ആണ് ഈ ഒരു സോണുകളായിട്ട് ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഒരു ബയേഴ്സിൻ്റെ ആക്ടിവിറ്റിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയ 25,000 എന്ന് പറഞ്ഞ ഈ സോണാണ്. സോ ഈ ഒരു സോൺ ഹോൾഡ് ചെയ്താൽ മാത്രമേ നമ്മൾ പോസിറ്റീവായിട്ട് നിഫ്റ്റിയിൽ കണ്ടിന്യൂസ്ലി ബയസ് തുടരത്തുള്ളൂ. മറിച്ച് ഈ സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ പാനിക് ഒബ്വിയസ്ലി വരും. മാർക്കറ്റ് പാനിക്കിലായി 25,000 നിന്ന് താഴോട്ട് വരാനും സാധ്യതയുണ്ട്. സോ 25,000 എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ സൈക്കോളജിക്കൽ ലെവൽ കൂടെയാണ് മാർക്കറ്റിൽ. സോ നമുക്കവിടെ ഓയിൽ ബിൽഡപ്പ് എന്തായാലും കാണാം. ആൻഡ് നമുക്ക് ഇനി പ്രതീക്ഷിക്കേണ്ടത് ഇപ്പം ഇനിയുള്ള മേഖലകൾ എന്ന് പറയുന്നത് മാർക്കറ്റിൽ പലതവണ ഈ ഒരു ഏരിയയിൽ കടന്നു കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇനിയുള്ള ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് ബയേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് കൂടുതൽ വേണ്ട സ്ഥലങ്ങളാണ്. അതായത് നിഫ്റ്റിയിൽ അപ്സൈഡ് പോകണമെങ്കിൽ ഈ ഒരു ലെവൽസ് അടുത്തടുത്ത ലെവൽസ് എല്ലാം ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽസ് ഒക്കെ ഇൻട്രാഡേ വെച്ചിരിക്കുന്നത് 25,400, 25,570 to 600, 25,680, 25,818 ആൻഡ് 25,887. അപ്പോൾ ഇനിയുള്ള മേഖലകളാണ് മാർക്കറ്റിൽ നമ്മുടെ നിഫ്റ്റിയുടെ ഭാവി നിശ്ചയിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിന് അപ്സൈഡ് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഈ ലെവൽസ് എല്ലാം കടന്നു വേണം പോകാനായിട്ട്. അടുപ്പിച്ച് തന്നെ ഇൻട്രാഡേ ലെവൽസ് ഞാൻ വരച്ചിട്ടുണ്ട്. കാര്യം കുറച്ചധികം കാലത്തിന് ശേഷം നിഫ്റ്റി ആ ഏരിയ ടെസ്റ്റ് ചെയ്യാൻ വരികയാണ്. സോ ആ ഒരു ലെവൽസിലെല്ലാം ഞാൻ സെല്ലേഴ്സിൻ്റെ പ്രസൻസും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് ഡെയിലി ലൈവ് മാർക്കറ്റിൽ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ലെവൽസ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഡേ ചാർട്ട് നമുക്കൊന്ന് ആദ്യം എടുക്കാം. ഡേ ചാർട്ട് എടുക്കുമ്പോഴത്തേക്കും അറിയാം ഇന്നലത്തെ ക്ലോസിംഗ് സാമാന്യം നല്ലൊരു ക്ലോസിംഗ് ആയിരുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ ക്ലോസിംഗിൻ്റെ ഹൈ 3 ദിവസത്തെ ലെവൽസിനെയും കാട്ടി ഹൈ ആയിട്ട് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി ബാങ്ക് നിഫ്റ്റിയെ കാത്തിരിക്കുന്നത് ഒരുപാട് റെസിസ്റ്റൻസ് ലെവലുകളാണ്. അപ്പോൾ ഇനിയുള്ളത് സപ്ലൈ ലെവലുകളാണ്. കാര്യം കുറച്ചധികം കാലത്തിന് ശേഷം മാർക്കറ്റ് ആ ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. സോ അവിടെ എല്ലാം ലിക്വിഡിറ്റി ഹണ്ടിനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പം 57,250 ഇപ്പോൾ ഡേ ഹൈ ആൻഡ് ഡേ ലോ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് 57,250 to 57,340. അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റിലെ വളരെ ക്രൂഷ്യൽ ലെവലാണ്. ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പം മാർക്കറ്റ് ഇന്ന് ഡൗൺ സൈഡ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാനെത്തും. സോ ഈ ലെവലിൽ കടന്നു കിട്ടേണ്ടത് വളരെ ക്രൂഷ്യലാണ്. വളരെ ക്രൂഷ്യൽ സെല്ലേഴ്സ് ഏരിയ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് ഈ ഒരു ഏരിയ കടന്നു കിട്ടുന്നവരെ ഞാൻ കുറച്ച് കെയർഫുൾ ആയിരിക്കും. കാര്യം ഇവിടെ സെല്ലേഴ്സിൻ്റെ നല്ല പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം വരുന്ന സ്ഥലമാണ്. ആൻഡ് ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി എന്തായാലും ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു ഏരിയ പ്ലേ ചെയ്യുന്നത് നിങ്ങൾ വളരെ സേഫോടെ മാത്രം വളരെ സൂക്ഷ്മതയോടെ വാച്ച് ചെയ്യുക. ആൻഡ് വൺസ് ഈ ഒരു 57,300 എന്നുള്ള ലെവലിൽ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു നല്ലൊരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നല്ല മൊമെന്റ്സ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയും. ഒരു പ്രൈസ് ആക്ഷനും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഏരിയ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് നിഫ്റ്റിയിലെ സപ്പോർട്ട് സോൺസസ് ബയേഴ്സിൻ്റെ സോൺസ് 56,100, 55,800. അപ്പോൾ ഈ രണ്ട് ഏരിയ നമുക്ക് ഹോൾഡ് ചെയ്യുമോ നോക്കിയിട്ട് ലൈവ് മാർക്കറ്റിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇന്നത്തെ ഗ്ലോബൽ ന്യൂസസ് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് സ്റ്റോക്സിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ജിയോഫിൻ, ഇൻഫോസിസ്, വിപ്രോ, നെസ്ലെ ഇന്ത്യ, LTI Mindtree, എറ്റേണൽ, JSW ഇൻഫ്രാസ്ട്രക്ചർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സൺടെക് റിയാലിറ്റി, വിക്രം സോളാർ, വാരി എനർജി, സി എന്റർടൈൻമെന്റ്,
അങ്ങനെ ക്രിസാക്, സയന്റ്, ഗണേഷ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, അങ്ങനെ പല കമ്പനികളും ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. സോ ഇന്ന് നല്ല വോളറ്റൈൽ ദിവസമാവാൻ സാധ്യതയുണ്ട്. മെട്രോ ബ്രാൻഡ്സ്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഐ വാല്യൂ, കജാരിയ സിറാമിക്സ്. അപ്പോൾ ഇന്ന് നല്ലൊരു വോളറ്റൈൽ ഡേ ആയിരിക്കും. കാര്യം ഇത്രയും EP പ്ലേയേഴ്സ് ഇന്നുണ്ട്. ഓക്കെ, പിന്നെ ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്കിന്റെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായത്. പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടിയിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് ടാങ്ക്സ് ആണ് എന്ന് കാണിക്കുന്നത്. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റും ഗ്രോ ചെയ്തു, നെറ്റ് പ്രീമിയം ഇൻകമും വർദ്ധിച്ചിട്ടുണ്ട്. സോ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് സാമാന്യം നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. L&T ഫിനാൻസിനാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതിൽ ഏറ്റവും നല്ല റിസൾട്ട് വന്നത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒബ്രിയോ റിയാലിറ്റി ആയിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് സൂപ്സ് 760 കോടിയിലധികമായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 589 കോടിയിൽ നിന്നാണ് പ്രോഫിറ്റ് 760 കോടിയിലേക്ക് പോയത്. എൻ്റെ റവന്യൂവിന് അത്യാവശ്യം ഇൻക്രീസ് വന്നിട്ടുണ്ട്, 44% ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് ഒബ്രിയോ റിയാലിറ്റിയിൽ. പിന്നെ ഏഞ്ചൽ വണ്ണിനാണ് പ്രോഫിറ്റ് 423 കോടിയിൽ നിന്ന് 211 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ അതൊരു റെഡ് സൈൻ ആണ് അവിടെ കാണുന്നത്. അതിന്റെ റവന്യൂ അത്യാവശ്യം പ്ലഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഹാത്വേ കേബിൾസിന്റെ പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് 25 കോടിയിൽ നിന്ന് 18 കോടിയിലേക്ക് കുറഞ്ഞതായിട്ടാണ് നമ്മൾ കാണുന്നത്. KEA ഇൻഡസ്ട്രീസിന്റെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ 154 കോടിയിൽ നിന്ന് 203 കോടിയിലേക്ക് KEA ഇൻഡസ്ട്രീസിൻ്റെത് കൂടിയിട്ടുണ്ട്. സോ അതൊരു ഹാഫ് ഇയർലി ബിസിനസ് അപ്ഡേറ്റ് വേറെ ഉള്ളത് അദാനി ഗ്രീൻ എനർജിയിലാണ്. അവർ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തത്, ഓപ്പറേഷണൽ ആയ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത കാര്യം വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയിട്ട് അവിടെ ഉണ്ട്. BEL, ഇപ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കമ്പനികളിലൊന്ന് BEL ആണ്. കാരണം കമ്പനി അഡീഷണൽ ആയിട്ട് 592 കോടിയുടെ ഓർഡർ നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ടാങ്ക് സബ് സിസ്റ്റം ആൻഡ് ഓവർഹോളിംഗ് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് BELന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് BELനെ സംബന്ധിച്ച്. പിന്നെ ഹീറോ മോട്ടോകോപ്പിന് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ സ്പെയിനിലേക്കുള്ള എൻട്രി ഏകദേശം കൺഫേം ആക്കിയിട്ടുണ്ട്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബൈക്കുകൾ നിർമ്മിക്കുന്ന കമ്പനികളിലൊന്നാണ് ഹീറോ മോട്ടോകോപ്പ്. സോ അവർ സ്പെയിനിലേക്ക് അവരുടെ മാർക്കറ്റ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. സോ അവിടെ മാനുഫാക്ചറിംഗ് തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് വളരെ പോസിറ്റീവാണ്. പിന്നെ വേറോക്ക് എഞ്ചിനീയറിംഗ് പുതിയ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ശേഷം KEC ഇന്റർനാഷണലിന് ഒരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് 1038 കോടി എന്നുള്ളത്. സോ KEC ഇന്റർനാഷണൽ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ട്. ബട്ട് അതൊരു പ്രൈസിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല. സോ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിൽ അത് പ്രൈസിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വേറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. IEX എക്സ്ചേഞ്ചിന്, അതായത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന് ഒരു ബാഡ് ന്യൂസ് നമുക്കുണ്ട്. അവർ ഇൻസൈഡർ ട്രേഡിങ്ങിന്റെ പേരിൽ സെബി ഒരു റീസെന്റ് ഒരു ഓർഡർ എടുത്തിട്ടുണ്ട്. 173 കോടിയുടെ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ന്യൂസസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. സോ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്യോ ഇല്ലേ എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോറി ഇവിടെ ഇത്തിരി മഴയുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. വൈകിട്ടത്തേക്ക് ആകുമ്പോൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.